തന്ത്രിസ്ഥാനം കുത്തകയാണോ എന്നുള്ളതാണ് ചോദ്യം. ഒരു കുത്തകയും നമ്മുടെ ജനാധിപത്യ കാലത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാവട്ടെ, അത് വിശ്വാസത്തോടു കൂടിയുള്ളതാവട്ടെ, പാരമ്പര്യത്തോടു കൂടിയുള്ളതാവട്ടെ. യഥാർത്ഥത്തിൽ ഈ നമ്മൾ ധർമ്മശാസ്താവിനെ കുറിച്ചൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ധർമ്മസ്യ ശാസനകർത്ത ഇതി ധർമ്മശാസ്ത്ര എന്നാണ്. എന്ന് പറഞ്ഞാൽ ധർമ്മം ആചരിക്കുന്നതാണ് ധർമ്മശാസ്താവിൻ്റെ വിശ്വാസികളാണെങ്കിലും തന്ത്രി വിദ്യ പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ ധർമ്മശാസ്താവിനെ പരിപാലിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്താ പ്രശ്നം? ധർമ്മശാസ്ത്രം അനുസരിക്കാത്ത മനുഷ്യരാണ് നിലവിൽ 2 തന്ത്രിമാർ എന്നുള്ള വിഷയമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ മോഹൻ്റെ കണ്ട്രി കാര്യം, മോഹൻ്റെ കണ്ട്രി ശരിയാണ്, ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. പക്ഷേ മോഹൻ്റെ കണ്ട്രി എന്തിനാണ് ഈ ശോഭാ ജോണിൻ്റെ ഫ്ലാറ്റിൽ പോയത്? ശോഭാ ജോൺ ആരായിരുന്നു? ഒരു സെക്സ് റാക്കറ്റിലെ ഒരു ഇടനിലക്കാരിയായ ശോഭാ ജോൺ എന്ന് പറയുന്ന കുപ്രസിദ്ധയായ ഒരു വനിതയുടെ വീട്ടിൽ, ഒരു ഫ്ലാറ്റിൽ ഈ തന്ത്രിയായ മോഹൻ്റെ കണ്ട്രി പോവുക, അവിടെ വെച്ച് ബച്ചു റഹ്മാൻ അടക്കമുള്ള ആളുകൾ വരിക. അങ്ങനൊരു കൂട്ടത്തിനോടൊപ്പം എങ്ങനെയാണ് ഈ ശബരിമലയിലെ തന്ത്രിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ എത്തുക എന്നുള്ളതാണ്. 27.5 പവനങ്ങാണ്ട് സ്വർണ്ണമാണ് അന്ന് അടിച്ചുകൊണ്ട് പോകുന്നത്. വലിയ രീതിയിൽ അന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നു, നഗ്നനായി നിർത്തി ചിത്രമെടുക്കുന്ന അവസ്ഥയിലേക്ക് കൂടി എത്തുന്നു. നോക്കൂ, ധർമ്മം അനുശാസിക്കുന്ന ഒരാൾ എന്ന നിലയിൽ നിന്ന് മോഹൻ്റെ കണ്ട്രി മാറി. പക്ഷേ അതിനേക്കാളേറെ ഞെട്ടൽ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പിയാസുങ്ങൾ പറഞ്ഞതുപോലെ അന്ന് ജസ്റ്റിസ് കെ എസ് പരിപൂർണനും തുളസീദാസും കൂടി ചേർന്ന് ഈ മോഹൻ്റെ കണ്ട്രിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. മോഹൻ്റെ കണ്ട്രിയെ ചോദിക്കുന്നുണ്ട്, ഗായത്രി മന്ത്രം അറിയാമോ? അറിയില്ല. സംസ്കൃതം ആദ്യം പലതും ചോദിക്കുന്നുണ്ട്. സംസ്കൃതം അറിയാം, ആദ്യം പലതും ചോദിക്കുന്നുണ്ട്. സംസ്കൃതത്തെ കുറിച്ച് അറിയില്ല. അയ്യപ്പനുമായി ബന്ധപ്പെട്ട വന്ദന ശ്ലോകമുണ്ട്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാ പരരക്ഷരക്ഷ മഹാബാഹു എന്നൊക്കെ പറയുന്ന വന്ദന ശ്ലോകമാണ്. അത് അറിയാമോ? അത് അടിസ്ഥാനമായൊരു അയ്യപ്പ ഭക്തൻ അറിഞ്ഞിരിക്കേണ്ട മിനിമം വന്ദന ശ്ലോകങ്ങളിൽ ഒന്നാണ്. ആ വന്ദന ശ്ലോകത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വലിയ പിടിയില്ല. അപ്പോൾ ഇതൊന്നും അറിയാതെ താങ്കൾ എന്ത് തന്ത്രിയ വിദ്യയാണ് ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഞാൻ തന്ത്രവിദ്യ പഠിച്ചിട്ടില്ല. തന്ത്രവിദ്യ പഠിക്കാതെയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ്? അത് താഴ്വൺ കുടുംബത്തിൻ്റെ പാരമ്പര്യമായി കിട്ടിയ അവകാശത്തെ തുടർന്നാണ് ഞാൻ അവിടുത്തെ തന്ത്രിയായത്. അപ്പോൾ നമുക്കതിൻ്റെ ചരിത്രം നോക്കണം. നോക്കൂ, തന്ത്രവിദ്യ പഠിക്കാതെ, സംസ്കൃതം പഠിക്കാതെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു വന്ദന ശ്ലോകം പോലും അറിയാതെ, ഗായത്രി മന്ത്രം അറിയാതെ, ഭാഗ്യസൂക്തം അറിയാതെ ശബരിമല സന്നിധാനത്ത് തന്ത്രിയായിരുന്ന ആളാണ് മോഹൻ്റെ കണ്ട്രി എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. അതിനെ തുടർന്നാണല്ലോ തന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കുന്നത്. തന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കുകയാണേ ചെയ്തത്, സ്വയമൊഴിയുകയല്ലേ ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാ? അപ്പം തന്ത്രിയാകാനുള്ള മിനിമം താന്ത്രിക വിദ്യ അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ആ മോഹൻ്റെ കണ്ട്രിയെ മാറ്റുന്നു. മോഹൻ്റെ കണ്ട്രിയെ മാറ്റിയാണ് രാജീവ് കണ്ട്രി വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അതിൻ്റെ ഈ ചരിത്രം നേരത്തെ മാധു സൂചിപ്പിച്ചതാണ്. വളരെ കൗതുകകരമായ ചരിത്രമാണ് കേട്ടോ. ഈ താഴവണ്ടിൻ്റേതാണെങ്കിലും തരണല്ലൂരിൻ്റേതാണെങ്കിലും ഉള്ളത്. പ്രേക്ഷകർക്കറിയാം, തുളു നാട്ടിൽ നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, കർണാടകയിൽ നിന്ന് ഒക്കെയായിട്ട് ബ്രാഹ്മണരെ ഈ പരശുരാമൻ കൊണ്ടുവരുന്നു. അങ്ങനെ പരശുരാമൻ കൊണ്ടുവരുമ്പോൾ ഈ തരണല്ലൂരിനും താഴവണ്ടിയും ചരിത്രം, കൃഷ്ണ നദിയുടെ മുകളിലൂടെ കടന്നു വന്നവർ പിന്നീട് തരണല്ലൂരായിട്ട് മാറുന്നു. അടിത്തട്ടിലൂടെ കൃഷ്ണനദിയെ വകഞ്ഞു മാറ്റി വന്നവർ, താഴെക്കൂടെ വന്നവർ താഴവണ്ണായിട്ട് മാറുന്നു. അങ്ങനെ പരശുരാമൻ്റെ പരീക്ഷണം വിജയിച്ചവരാണ് ഈ 2 കുടുംബവും. അങ്ങനെ വന്നവരാണ് താഴ്വൺ കുടുംബം എന്നുള്ളതാണ് വെയ്പ്പ്. പക്ഷെ നോക്കൂ, നമ്മുടെ മുൻപിൽ ഒരു ചരിത്രവുമില്ല 1902 മുമ്പ് ശബരിമലയിലെ തന്ത്രിസ്ഥാനത്ത് താഴ്വൺ കുടുംബമായിരുന്നു എന്നുള്ളത്. മലയാള വിഭാഗമായിരുന്നു അവർ പറയുന്നു. അതല്ല, കുഴിക്കാട്ടില്ലമാണെന്ന് മറ്റൊരു ഗ്രന്ഥം പറയുന്നു. പുതുമന ഇല്ലത്തിന് അവിടെ അവകാശമുണ്ടായിരുന്നുവെന്ന് മറ്റു ചിലർ പറയുന്നു. നമ്മുടെ മുന്നിൽ ഒരു റിട്ടേൺ ആയിട്ട് കൊട്ടാരം പറയുന്നത് പക്ഷെ നോക്കൂ, അവിടെയും ഒരു വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ്. ഞാനതിൻ്റെ ചരിത്രം പറയാം. വളരെ രസകരമായ ചരിത്രമാണ്. ഇത് ഒരു മിത്താണ്. നമ്മളിപ്പോൾ പറഞ്ഞത് ചരിത്രമല്ല. പരശുരാമനുമായി ബന്ധപ്പെട്ടതും കൃഷ്ണാനദിയുടെ മുകളിലൂടെയും താഴേക്കൂടെയും നടന്നു എന്നൊക്കെ പറയുന്നതെല്ലാം ഒരു മിത്തിൻ്റെ ഭാഗമാണ്. പരശുരാമനെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇനി മിത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വൈരുദ്ധ്യം സംഭവിക്കുന്നത്. അന്ന് യുവതീ പ്രവേശന വിവാദം ഉണ്ടാകുന്ന സമയത്ത് താഴ്വൺ തന്ത്രികളും ഒരു കത്തെഴുതി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ BC 100ാമത്തെ വർഷമാണ് ഈ ശബരിമലയിൽ പരശുരാമൻ നേരിട്ട് ഞങ്ങൾക്ക് താന്ത്രികാവകാശം നൽകുന്നത് എന്ന് പറഞ്ഞു. കാലം ഓർമ്മിക്കണം, BC 100 എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജനിക്കുന്നതിനും 100 വർഷം മുമ്പ്. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യം കിടക്കുന്നത്. പന്തളം രാജകൊട്ടാരം ഉണ്ടായതിനു ശേഷമാണല്ലോ അയ്യപ്പൻ ഉണ്ടാവുക. കാര്യം വിശ്വാസമനുസരിച്ച് പന്തളം കൊട്ടാരമാണ് അയ്യപ്പൻ്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ പന്തളം കൊട്ടാരത്തിൽ പന്തളം രാജാവ് ഉണ്ടായിട്ട് വേണമല്ലോ ശബരിമലയിൽ അയ്യപ്പൻ ഉണ്ടാവുക. പന്തളം രാജാവും രാജകുടുംബം ഉണ്ടാവുന്നത് എപ്പോഴാണ്? AD 10ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ AD 10ാം നൂറ്റാണ്ടിലുണ്ടാവുന്ന പന്തളം കൊട്ടാരത്തിനും
ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പാണ് പരശുരാമൻ താഴ്വൻ കുടുംബത്തിന് ശബരിമലയിൽ താന്ത്രിക അവകാശം നൽകിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? കാരണം പന്തളം കൊട്ടാരം വരാതെ അയ്യപ്പൻ വരാൻ പറ്റൂല. അതാണ് ചരിത്രത്തിലെ ഈ മിത്തും ചരിത്രവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവിടെ കിടക്കുന്നത്. അപ്പോൾ താഴമൺ തന്ത്രി കുടുംബത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യം BC 100-ാമത്തെ വർഷം ഞങ്ങൾക്ക് കിട്ടിയ അവകാശമാണിത്. പക്ഷേ പന്തളം കൊട്ടാരത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 903 സ്ഥാപിച്ചു, 1100 മറ്റോ ആണ് അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചരിത്ര സമാനമായ കാര്യം കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ BC 100 എവിടെ കിടക്കുന്നു, AD 10-ാം നൂറ്റാണ്ട് എവിടെ കിടക്കുന്നു? ഈ വലിയൊരു അന്തരമുണ്ട്, ചെറുതല്ല. നോക്കൂ, 10 നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട് ഈ പറയുന്ന താഴമൺ കുടുംബത്തിന്റെ അവകാശവാദവും ചരിത്രത്തിന്റെ യാഥാർത്ഥ്യവും തമ്മിൽ. അപ്പോൾ അത് പൊരുത്തപ്പെട്ടു പോകില്ല. അപ്പോൾ പിന്നെ ഒരു മിനിറ്റ്, അതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ താഴ്മൺ കുടുംബമോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഏറെ പഴക്കമുള്ള ഒരു കുടുംബത്തിന്റെ ചരിത്രം എന്നൊക്കെ പറയുന്നത് രേഖപ്പെടുത്തി വെക്കുക എന്ന് പറയുന്ന ഒന്നല്ല, അത് വാമൊഴിയായി വരുന്നതാണ്. ഒരു മിനിറ്റ്, സ്വാഭാവികമായും അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ നമുക്ക് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ സാങ്കേതികമായി കാണാൻ കഴിയില്ല. ഇപ്പം മിത്ത് എന്ന് അങ്ങ് പറഞ്ഞു, നേരത്തെ AN ഷംസീർ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയപ്പോൾ ഇത് പരശുരാമൻ എന്ന് പറയുന്നത് ദശാവതാരത്തിൽ ഒന്ന് എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നതാണ്. അത് അങ്ങയുടെ വാദം, അല്ലെങ്കിൽ എനിക്ക് വാദിക്കാവുന്ന ഒരു കാര്യം. പക്ഷെ വിശ്വാസികൾ അങ്ങനെയല്ല ധരിക്കുക. അതല്ല, രണ്ടും വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. മധു, ചരിത്രം എപ്പോഴാണ് ഉണ്ടാവുന്നത്? മനുഷ്യന്റെ ഇടപെടലിലാണ് ചരിത്രം ഉണ്ടാവുന്നത്. ചരിത്രത്തെ രേഖപ്പെടുത്താൻ മറ്റൊരാൾ വരുമ്പോഴാണ് ചരിത്രം ഉണ്ടാവുക. അതുവരെയുള്ളതെല്ലാം വിശ്വാസമാണ്. വിശ്വാസത്തെ ഞാൻ നിഷേധിക്കുന്നില്ല, മിത്തിനെ ഞാൻ നിഷേധിക്കുന്നില്ല. മിത്ത് മിത്തായി നിൽക്കുന്നു എന്നുള്ളതാണ് വിശ്വാസ സമൂഹം. ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അത് മറ്റൊരാൾക്ക് അങ്ങനെ പറയാനും കഴിയില്ല. മിത്ത് മിത്തായി നിൽക്കുന്നു, ചരിത്രത്തെ നിൽക്കുന്നത് എപ്പോഴാ? അത് രേഖപ്പെടുത്തുമ്പോഴാണ് ചരിത്രമാവുക. രേഖപ്പെടുത്താത്തതൊന്നും ചരിത്രമല്ല. അപ്പൊ രേഖപ്പെടുത്താത്തതായി നിൽക്കുന്നു. നമുക്ക് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട നിയമങ്ങൾ അനുസരിച്ച് വിശ്വാസത്തെ അളക്കാനും ബുദ്ധിമുട്ടില്ല. അവിടെയാണ് പ്രശ്നം. അത് മിത്തായിട്ട് തന്നെയാണ് നിൽക്കുക. മിത്ത് മിത്താണ്, ചരിത്രം ചരിത്രമാണെന്ന് തന്നെ പറയണം. അത് മിത്ത് എന്നല്ല, വിശ്വാസം എന്നാണ് വിശ്വാസികൾ പറയുക. അപ്പൊ പിന്നെ എങ്ങനെ അത് ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ? അതാണ് പറയുന്നത്, അത് വിശ്വാസം എന്നാണ് പറയുക. വിശ്വാസമല്ലേ മിത്തിന്റെ ഭാഗമല്ലേ വിശ്വാസം? അങ്ങനെയല്ല വിശ്വാസികൾ ധരിക്കുക. നോക്കൂ, ഇപ്പം ഒന്നുകിൽ മിത്ത് അല്ലെങ്കിൽ ചരിത്രം എന്ന നിലയ്ക്ക് നമുക്കൊരു ബൈനറിയിൽ അതിനെ കാണാൻ കഴിയില്ല. അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ. എന്റെ കാഴ്ചപ്പാടിൽ അങ്ങയുടെ കാഴ്ചപ്പാട് പറയൂ. ചരിത്രവും മിത്തും തമ്മിൽ കൃത്യമായ ബൈനറി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മിത്തിനെ മിത്തായിട്ട്. അങ്ങയുടെ കാഴ്ചപ്പാട് പറയാനുള്ള അവസരമാണ്, പറഞ്ഞോളൂ. ചരിത്രത്തെ ചരിത്രമായും കാണണം. എന്റെ കാഴ്ചപ്പാടിൽ താഴ്മൺ തന്ത്രി കുടുംബം പറയുന്നത് മിത്തിക്കലാണ്. എന്നാൽ നമ്മുടെ മുന്നിൽ പന്തളം കൊട്ടാരവുമായിട്ടുള്ളത് കുറച്ചുകൂടി ഹിസ്റ്റോറിക്കലാണ്. പന്തളം കൊട്ടാരം നമ്മുടെ ഒരു കുടുംബം ഉണ്ടാവുന്നത്, ആ കുടുംബം 1820 വരെ 19-ാം നൂറ്റാണ്ട് വരെ നിന്നെന്ന് പറയുന്നത് മിത്തല്ല, ദാറ്റ്സ് ഹിസ്റ്ററി. എന്നാൽ പരശുരാമൻ കൃഷ്ണാനദിയുടെ മുകളിലൂടെ പരീക്ഷണം നടത്തി എന്ന് പറയുന്നത് ദാറ്റ്സ് എ മിത്ത്. എന്തിനേറെ നമ്മൾ താന്ത്രിക വിധി പ്രകാരം പറയുമല്ലോ, ഈ തന്ത്രസമുച്ചയം കേട്ടിട്ടുണ്ടല്ലോ. തന്ത്രസമുച്ചയം എഴുതുന്നത് ഏത് വർഷ? തന്ത്രസമുച്ചയം ഒരു മിത്തല്ല. തന്ത്രസമുച്ചയം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണമാണ്. ആ വിശ്വാസ പ്രമാണം, പൂജാ വിശ്വാസ പ്രമാണം എഴുതുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? 14-ാം നൂറ്റാണ്ടിലാണ്. ഡോക്ടർ അരുൺകുമാർ, എല്ലാ മതവിശ്വാസങ്ങളുമായും ബന്ധപ്പെട്ടും നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയാത്ത വിശ്വാസങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ യേശുക്രിസ്തു കടലിന് മുകളിലൂടെ നടന്നു എന്ന് കഥയുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തു എന്ന കഥയുണ്ട്. നമുക്ക് അങ്ങനെ വിശ്വാസങ്ങളെ അളക്കാൻ കഴിയില്ല. എനിക്ക് നിർബന്ധമല്ല, ഞാനത് കാഴ്ചപ്പാടിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞതാണ്. മിത്തായിട്ടും ഹിസ്റ്ററി ആയിട്ടും കാണൂ, ചരിത്രത്തെ ചരിത്രമായിട്ട് കാണൂ. ഇതിന് രണ്ടിനും വിശ്വാസം, അതിന്റെ രണ്ടിന്റെയും അപ്പുറത്താണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ല, വിശ്വാസികൾ തങ്ങൾ വിചാരിക്കുന്നതെല്ലാം ഒരു മിത്താണ് എന്ന് വിചാരിക്കുന്നില്ല. ഞാനിപ്പോ വിശ്വസിക്കുകയാണ്, പണ്ട് ബന്ദാക്ഷ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഭൂമിയുടെ ആകർഷണ വലയത്തിന് പുറത്തൊരു കപ്പ് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണോ? അങ്ങനെ വിശ്വാസമുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാനുള്ള അവകാശം കൂടി ഇവിടുത്തെ ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ നോക്കൂ, അത് വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശവും സയന്റിഫിക് ടെമ്പർമെന്റിന്റെ ഉത്തരവാദിത്വവും അതേ ഭരണഘടന നൽകുന്നു. തീർച്ചയായും. പക്ഷേ വിശ്വാസത്തെ എതിർത്ത് സംസാരിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നില്ല. വിശ്വാസത്തെ എതിർത്ത് സംസാരിക്കാം എപ്പോ? ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ 25 പ്രകാരം അത് മനുഷ്യാവകാശത്തിൽ. അല്ല, ഇതിപ്പോ ഈ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട് എന്ത് മനുഷ്യാവകാശ ലംഘനമാണ്? അതാണ് ഞാൻ പറയാൻ വരുന്നത്. കേട്ടോളൂ. അപ്പൊ ചരിത്രത്തിന് വിരുദ്ധമാണ് ഈ താഴമൺ തന്ത്രി കുടുംബത്തിന്റെ മിത്തിക്കലായിട്ടുള്ള ആർഗ്യുമെന്റ് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ വാദം. അതിന്റെ രണ്ടാമത്തെ തെളിവ് പറയാം. മാധു പറഞ്ഞതുപോലെ വിശ്വാസ പ്രമാണങ്ങളും പൂജയും ഒക്കെ രേഖപ്പെടുത്തിയ തന്ത്രസമുച്ചയം എഴുതുന്ന ചേന്നാസ് തന്ത്രസമുച്ചയത്തിൽ താഴമൺ കുടുംബത്തെക്കുറിച്ച് പരാമർശമില്ല. എന്താ താഴമൺ കുടുംബത്തെക്കുറിച്ച് പരാമർശമില്ലാതെ പോയത്? 14-ാം നൂറ്റാണ്ടിൽ താഴമൺ കുടുംബം ശബരിമലയിൽ പൂജ ചെയ്തിരുന്നു എന്നുള്ളതിന് ഒരു പരാമർശവും ഈ പറയുന്ന തന്ത്രസമുച്ചയത്തിലില്ല. അപ്പോൾ BC 100 എന്നുള്ളൊരു കാലഘട്ടം അവിടെ നിൽക്കുന്നു. ഇനി ചരിത്രമുണ്ട്, ചരിത്രം നമുക്ക് പറഞ്ഞു പോവാം. 1902 ശബരിമലയിൽ തീപിടിച്ചു, ചരിത്രമാണ്, വിശ്വാസവും മിത്തമല്ല. 1902 തീപിടിച്ചതിന് ശേഷം അതിന് പുനഃപ്രതിഷ്ഠ നടക്കുന്നുണ്ട്. ആദ്യമാണ് പ്രഭാകർ കണ്ടർ എന്ന് പറയുന്ന താഴ്മൺ കുടുംബത്തിലെ മുതിർന്ന തന്ത്രിയാണ് ആദ്യത്തെ പുനഃപ്രതിഷ്ഠ നടത്തുന്നു. അതിനുശേഷം 1950 വീണ്ടും തീപിടിക്കുന്നു.
1950 ആകുമ്പോഴേക്കും പക്ഷേ നോക്കൂ, അത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്ന് ഒരു കവനന്റ് വഴി അത് സ്റ്റേറ്റിന്റെ ഭാഗമായി മാറി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാവുന്നു. എപ്പോൾ 1950 ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് വർഷിപ്പ് ആക്ട് അനുസരിച്ച്. അങ്ങനെയാ നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. എങ്ങനെ? കൃത്യമായ കവനന്റിന്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രഭരണം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. പൂജാവിധിയാണെങ്കിൽ തന്ത്ര സമുച്ചയ പ്രകാരം. അപ്പോൾ ഈ രേഖകളിലൊന്നും നിങ്ങളെ കാണാൻ സാധിക്കില്ല ഈ താഴ്വൺ തന്ത്ര കുടുംബത്തെ. പക്ഷേ കൺവെൻഷൻ അവിടെയുണ്ട്. ആ കൺവെൻഷൻ തുടങ്ങുന്നത് 1902 പ്രഭാകർ കണ്ഠര്, രണ്ടാമത് തീപിടിക്കുന്നത് 1950 ശങ്കർ കണ്ഠര് രണ്ടാമത്തെ പുനഃപ്രതിഷ്ഠ നടത്തുന്നു. അത് പഞ്ചലോഹ വിഗ്രഹം. ഇപ്പോൾ നമ്മൾ കാണുന്ന ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം. ഇതാണ് അതിൻ്റെ ചരിത്രം. അതിനും അപ്പുറത്തേക്കുള്ളൊരു ചരിത്രം ഈ കുടുംബത്തിനില്ല എന്നുള്ളതാണ്. അഥവാ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ട ഒന്നിലും നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ നോക്കൂ, അവിടെയാണ് തന്ത്രി മഹേശ്വരി കണ്ഠരുടെയും കൃഷ്ണന് കണ്ഠരുടെയും പിൻതലമുറയാണ് ഈ പറയുന്ന മോഹൻ കണ്ഠരും ഈ പറയുന്ന നമ്മുടെ രാജീവ് കണ്ഠരും. ഇനി അവരുടെ അടുത്ത തലമുറയിലേക്ക് അത് കൈമാറുകയാണ്. മോഹൻ കണ്ഠരാണെങ്കിൽ മഹേഷ് കണ്ഠറിലേക്ക് കൈമാറുന്നു, രാജീവ് കണ്ഠരാണെങ്കിൽ അത് ബ്രഹ്മദത്തൻ കണ്ഠറിലേക്ക് കൈമാറുന്നു എന്നുള്ളതാണ്. അവിടെയാണ് KS രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്ത്രവിദ്യ അറിയാവുന്ന ആളുകൾക്ക് ശബരിമലയിലെ ഭാഗ്യസൂക്തം അറിയാവുന്ന, ഞാൻ വിശ്വസിക്കുന്നു ശബരിമലയിൽ താഴ്വൺ കുടുംബത്തിൽ നിന്നൊരു പ്രതിനിധി ഇതൊന്നും അറിയാതെ ശബരിമലയിൽ ശ്രീകോവിൽ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ദൈവചൈതന്യം വിശ്വാസികൾക്ക് കിട്ടുക ഈ തന്ത്രവിധി പ്രകാരം ഇതൊക്കെ അറിയാവുന്ന ആളുകൾ പൂജ ചെയ്യുമ്പോഴാണ്. അപ്പോൾ വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല, തന്ത്രവിദ്യ പഠിക്കണം. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, പാരമ്പര്യമുണ്ട്, കീഴ്വഴക്കമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തന്ത്ര സമുച്ചയത്തിലെ തന്ത്രവിധി പ്രകാരമുള്ള എല്ലാ കൃത്യമായ കാര്യങ്ങളും പഠിച്ചിറങ്ങുന്ന ഒരാൾ അവിടെ കൃത്യമായി പൂജ ചെയ്യുമ്പോഴല്ലേ ദൈവചൈതന്യം ഉണ്ടാവുക. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അല്ല, അങ്ങനെയൊക്കെ നമുക്ക് വിശ്വസിക്കാം. മാത്രമല്ല അങ്ങനെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ പറയുന്ന പരിപൂർണൻ കമ്മീഷൻ ഈ കാര്യങ്ങൾ, അല്ല ഒരു മിനിറ്റ്, ഈ ഇന്റർവ്യൂ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷവും ഇതിലൊരു മാറ്റം അവിടെ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? അവിടെ അവിടെ മാറ്റം വരാത്ത കാര്യമുണ്ട്. അവിടെ മാറ്റം വരാത്തത് അന്ന് മോഹൻ കണ്ഠർക്ക് ശേഷം അവിടെ മറ്റൊരു തലമുറ അവിടെ ഉണ്ടായിരുന്നു. അത് ഏത് തലമുറയാണ്? കണ്ഠരെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നീലകണ്ഠരൊക്കെ മക്കൾ പെമ്മക്കളാണ്. പെമ്മക്കൾക്ക് ഈ പറയുന്ന തന്ത്രവിദ്യ നിഷിദ്ധമായിരുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോഴും നിഷിദ്ധമാണ്. പെൺകുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ലല്ലോ, പുരുഷന്മാർക്ക് മാത്രമാണ് പഠിക്കുക. പക്ഷേ അതിലിപ്പോൾ ജാതി വിവേചനമില്ല, ഏത് വിധി പ്രകാരവും പഠിക്കാം. പക്ഷേ നോക്കൂ, ബ്രാഹ്മണ സമുദായത്തിൽ നിന്നല്ലാതെ മറ്റൊരാൾ തന്ത്രവിദ്യ പഠിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ മാറേണ്ടതാണ് എന്നുള്ളതാണ് കാര്യം. അല്ല, ഇതിനൊക്കെ ഒരു പരിഹാരമേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അത് ഈ പറയുന്ന അഡ്വൈസറി ബോർഡിന്റെ രൂപീകരണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒന്ന് ധർമ്മശാസ്ത്രങ്ങൾ അറിയില്ല, രണ്ടാമത്തെ പൂജകൾ അറിയില്ല, പൂജാവിധി അറിയില്ല. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കേസുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ മോഹൻ കണ്ഠരുടെ കാര്യം ഞാൻ പറഞ്ഞു. രാജീവ് കണ്ഠരുടെ പേരിൽ വന്നിരിക്കുന്ന കേസുകൾ എന്തൊക്കെയാണ്? സാമ്പത്തിക ക്രമക്കേട് 430, BNS 406, വിശ്വാസവഞ്ചന 409, അധികാരത്തിൽ ഇരുന്നു കൊണ്ട് വിശ്വാസവഞ്ചന കാണിക്കുക 466, വ്യാജരേഖ ചമയ്ക്കുക 120B, ഗൂഢാലോചന ഉണ്ടാക്കുക 34, ഇതിൻ്റെ എല്ലാം കൂട്ടുത്തരവാദിത്വം, സ്വർണം മോഷ്ടിച്ചതിൻ്റെ. പിന്നെ വൈരുദ്ധ്യങ്ങളായ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ മാധു സൂചിപ്പിച്ചതിൽ പോറ്റിയെ അവിടെ വന്ന് കണ്ടറിയാമെന്ന് പറയുന്നു. അങ്ങനെയൊന്നുമല്ല. പോറ്റിയെ അവിടെ രണ്ടാമത് ശ്രീകോവിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത് തന്നെ രാജീവ് കണ്ഠരാണ്. ചിത്രങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ അവിടെ കിടക്കുന്നു. 800ഓളം ക്ഷേത്രങ്ങളുടെ താന്ത്രിക അവകാശം താഴ്വൺ കുടുംബത്തിനുണ്ട്. 1 ഡസനിലധികം രാജ്യങ്ങളിൽ തന്നെ വിവിധ ക്ഷേത്രങ്ങൾ ഇവർ പൂജിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുത. ഡോക്ടർ ഈ പിതൃസ്ഥാനീയനാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്നിപ്പോ 1949 കവനന്റ് അനുസരിച്ച് നിലവിൽ പന്തളം കൊട്ടാരം അതിന്റെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഗാർഡിയൻഷിപ്പ് നിലനിർത്തുന്നുണ്ട്. അതിന്റെ പിതൃസ്ഥാന അവകാശം പന്തളം കൊട്ടാരത്തിലാണ്. ക്ഷേത്രവും അങ്ങനെയും കൂടിയല്ല. അതായത് അത് സ്വയംഭൂവായ വിഗ്രഹത്തിലേക്ക് ചൈതന്യം സ്വയം വന്നതാണ് എന്നതാണ് വിശ്വാസപ്രകാരം. അത് നിയമം. അപ്പൊ അവിടെ ഒരു പിതൃസ്ഥാനം അവകാശപ്പെടാനില്ല എന്നതാണ്. അതിന് രക്ഷാകർത്തൃസ്ഥാനമാണ്, പിതൃസ്ഥാനമല്ല. തിരുവാഭരണം സൂക്ഷിക്കുന്നത്, പന്തളത്തിന്റെ പ്രതിനിധി പോകുന്നത്, ഉടവാളുമായി പോകുന്നത്, ഇതെല്ലാം ഈ പറയുന്ന റിച്വലിൻ്റെ ഭാഗമായിട്ട് പന്തളം കൊട്ടാരത്തിന് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന അവകാശമാണ്. അത് റിച്വലിസ്റ്റിക് ആയിട്ട് അവർ തുടരുന്നു. അതിൻ്റെ ട്രസ്റ്റി സ്ഥാനത്ത് നിന്നുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് ദേവസ്വം ബോർഡാണ് എന്നുള്ളതാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് എടുക്കുന്നൊരു തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഫൈനലായിട്ട് വരേണ്ടത്. ദേവസ്വം ബോർഡ് ഇങ്ങനെയാണ് തീരുമാനിക്കുക. മാറ്റങ്ങൾ വന്നല്ലോ, മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും തന്ത്രവിധി പഠിച്ച ഏത് സമുദായത്തിലുള്ളവർക്കും പൂജാരിയാകാം എന്നൊരു തീരുമാനം, സുപ്രധാനമായ തീരുമാനം നമ്മുടെ നാട് എടുത്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായ തീരുമാനമാണ്. അവിടെ പ്രശ്നമുണ്ട്. അതായത് ദേവസ്വം ബോർഡിന് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലാണ് അവിടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്.
അത് ഈ തന്ത്രിയെ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡിന് അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. അല്ലല്ല, എന്താ പ്രശ്നം? ആശങ്ക വരെ ഇപ്പൊ മോഹൻ കണ്ടരെ മാറ്റിയില്ലേ? അതാണ് പറഞ്ഞത്, തൽക്കാലത്തേക്ക് മാറ്റി. ഇല്ലില്ല, മോഹനര് കണ്ഠരരെയും ആവശ്യം പറയുകയും അദ്ദേഹം മാറി നിൽക്കുകയുമാണ് ചെയ്തത്. ജി രാമൻ നായർ അങ്ങനെ ഒരു ആവശ്യം അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം മാറി നിൽക്കുകയുമാണ് ചെയ്തത്. അത് ആ വിവാദത്തിന് അന്ന് ആ വിവാദത്തിന് അന്ന് പരിസമാപ്തിയാക്കാനുള്ള ഒരു ആവശ്യം കൂടിയായിരുന്നു എന്നതാണ്. അല്ലാതെ ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്നതിന് എന്തെങ്കിലും രേഖയുണ്ടോ? പിന്നെ ഈ പരിപൂർണ കമ്മീഷന്റെ ഇന്റർവ്യൂ ആണ് അതിന്റെ കാരണം. ഇതിന്റെ കാരണം പലതുണ്ട്. അന്ന് ജി രാമൻ നായർ ആവശ്യപ്പെടുകയും, എന്റെ വിവരം അങ്ങനെയാണ് കേട്ടോ, ജി രാമൻ നായർ ആവശ്യപ്പെടുകയും അവിടെ നിന്ന് മാറി നിൽക്കുകയുമാണ് ചെയ്തത് എന്നതാണ്. അത് പറ്റില്ല. അല്ലല്ല, ഈ കാര്യം ക്രിമിനൽ കേസോ ഈ ഇന്റർവ്യൂയോ പരിപൂർണ കമ്മീഷന്റെ പരാമർശങ്ങളോ അതിലടങ്ങിയിരിക്കുന്ന പരിഹാസമോ അതിന് കാരണമായ കാര്യങ്ങളെ കുറിച്ചോ ഞാൻ മറ്റൊന്നും പറയുന്നില്ല. അതിലൊക്കെ എനിക്ക് അങ്ങയോട് യോജിപ്പാണ്. പക്ഷെ അന്നുണ്ടായത് ജി രാമൻ നായർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം മാറി നിൽക്കുകയുമാണ് ചെയ്തത്. ഇതിന് സുപ്രീം കോടതിയുടെ കൈവശമുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്ത്രവിധികളിൽ കൃത്യമായ ബോധ്യമുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്നെടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിൽ അതിൽ പിന്നീട് വിശ്വാസി സമൂഹത്തിനും കൃത്യമായ ഒരു ധാരണയുണ്ടാകും. അതിനോടൊപ്പം നിയമപരമായി അത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ അതിന് വില കൊടുക്കാനും കഴിയും. ഞാൻ പറഞ്ഞത് 1950 നിയമമുണ്ട്. ആ നിയമപ്രകാരം വേണമെങ്കിൽ ദേവസ്വം ബോർഡിന് തന്ത്രിയെ മാറ്റാനുള്ള അവകാശമുണ്ട്. അത് ദേവസ്വം ബോർഡ് ചെയ്യുന്നില്ല എന്നതാണ് പ്രശ്നം. അതെ, അതാണിപ്പോൾ KS രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതും. മാത്രമല്ല പന്തളം കൊട്ടാരം തന്നെ പറഞ്ഞിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്, വേണമെങ്കിൽ മാറ്റാമെന്നാണ് ഇന്ന് രാജരാജവർമ്മയും പറഞ്ഞു. പക്ഷെ അത് നിയമപരമായി മാറ്റാം എന്നതാണ്. പക്ഷേ ഈ പറയുന്ന വിശ്വാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് ദേവസ്വം ബോർഡ് വരുന്നതിന് മുമ്പാണെന്നതാണ്. ദേവസ്വം ബോർഡിന് വേണമെങ്കിൽ തന്ത്രിയെ മാറ്റാം എന്ന് വിശ്വാസങ്ങളിലില്ല. അതെങ്ങനെ വരിക? 1949 കവനന്റ് അല്ലേ ക്ഷേത്രത്തിന്റെ അടിസ്ഥാനം? അത് ഞാൻ പറഞ്ഞത് നിയമപരമായി. പക്ഷെ അതാണ് പറയുന്നത്, ഒരു താന്ത്രിക വിധി ഒരു ബോർഡ് കൂടി ഉണ്ട് എങ്കിൽ അത് വിശ്വാസികളെ കൂടെ നമ്മൾ ഏത് സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ആചാരപരമായ കാര്യങ്ങൾ കൂടി പരിഗണിച്ച വിശ്വാസപരമായ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ആ സൊല്യൂഷൻ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വഴിക്ക് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. മാത്രമല്ല ഈ തന്ത്രിയെ അപ്പോയിന്റ് ചെയ്യുന്നത് തന്നെ ആ അർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ആ തന്ത്രിയെ അപ്പോയിന്റ് ചെയ്യാനുള്ള ചുമതലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. നാളെ എനിക്ക് തോന്നുന്നു ബ്രഹ്മദത്തൻ നമ്പൂതിരിയെ തന്നെയാണ്, അല്ലേ, ബ്രഹ്മദത്തൻ കണ്ഠരെ തന്നെയാണ്, മകനെ തന്നെയാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുന്നത്. അപ്പം മാറ്റാനും പുതുതായിട്ട് നിയമിക്കാനും ഒക്കെ കഴിയും. പക്ഷെ അതിനുള്ള വില്ലുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് രാഷ്ട്രീയമായ വില്ല് മാത്രമല്ല, വിശ്വാസികളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള വില്ലായി വരിക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഈ താന്ത്രികമായിട്ട് വിദ്യ അറിയാവുന്ന ഒരാൾ വന്ന് പൂജ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, അത് കോടതി പരിശോധിക്കേണ്ടതാണ്, അല്ലേ? അങ്ങനെയുള്ള ഈ പറയുന്ന നേരത്തെ മുൻകൂട്ടി അങ്ങനെ ഒരു അനുഭവം ഉള്ളതിനാൽ ആ കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതെ. Meet the editors.